ഹാജരുണ്ടോ? പരുത്തിത്തറയിൽ അക്ബർ ഖാൻ ഹാജരുണ്ടോ? ഏതാ കേസ്? ഇമെയിലിൽ വധഭീഷണി അയച്ചതാണ് യുവർ ഓണർ. എന്തിനാ? പ്രണയനൈരാശ്യം മൂത്ത് കാമുകിയെ കൊടുക്കാനായിരുന്നു യുവർ ഓണർ. ജാമ്യാപേക്ഷ ഉണ്ടല്ലേ? പയ്യനല്ലേ? ജാമ്യം കൊടുക്കാമല്ലേ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഇവന്റെ പശ്ചാത്തലം അത്ര വെടുപ്പുള്ളതല്ല. എന്തു പറ്റി? പേര് കേട്ടാൽ അറിയില്ല യുവർ ഓണർ. പേരിൽ തന്നെ ഒരു ക്രിമിനൽ ചുവയുണ്ട്. പിന്നെ ഇവന്റെ തന്തയുടെ പേരിലും ഒരു പാകിസ്ഥാൻ ചുവയുണ്ട്. അപ്പോൾ രാജ്യദ്രോഹമാണ്. എന്നാൽ 6 കൊല്ലം റിമാൻഡ് ചെയ്യാമല്ലേ? താങ്ക് യു യുവർ ഓണർ. അടുത്ത കേസ് വിളിക്കൂ. മേലിടത്ത് തരുൺ സൂര്യ ഹാജരുണ്ടോ? മേലിടത്ത് തരുൺ സൂര്യ ഹാജരുണ്ടോ? ഇതേതാ കേസ്? ഇതും ഒരു ഇമെയിൽ ഭീഷണി കേസാണ് യുവർ ഓണർ. ആർക്കാ ഭീഷണി അയച്ചത്? പ്രധാനമന്ത്രിക്ക്. എന്നാൽ ജാമ്യം വേണ്ട, റിമാൻഡ് ചെയ്യാമല്ലേ? യുവർ ഓണർ, പോലീസ് പറയുന്നത് ഇയാളൊരു പാവം പയ്യനാണെന്നും ഭാവിയുള്ള കുട്ടിയാണെന്നുമാണ്. തന്നെയുമല്ല, നഗരത്തിലെ മാന്യരും ഉദ്യോഗസ്ഥരുമായ മാതാപിതാക്കളുടെ പ്രിയ പുത്രനുമാണ്. ഇയാൾ എന്തിനാണോ വധഭീഷണി അയച്ചത്? ചുമ്മാ ഒരു രസത്തിനാണ് സാർ. മേലും ഇത് ആവർത്തിക്കരുത്. നന്നായി പഠിക്കണം കേട്ടോ. പ്രതി ഭാവിയുള്ള യുവാവായതിനാലും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കാത്തതിനാലും പ്രതിക്ക് നിരുപാധികം ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അടുത്ത കേസ് വേഗമാവട്ടെ. പഴകുളത്ത് സോമശേഖരൻ നായർ ഹാജരുണ്ടോ? പഴകുളത്ത് സോമശേഖരൻ നായർ ഹാജരുണ്ടോ? ഇയാൾ ചെയ്ത കുറ്റം എന്താണ്? വിമാനത്തിൽ ബോംബ് വെച്ചു എന്നാണ് പോലീസ് എഫ്ഐആർ. അയ്യോ, ഭീകരം. പക്ഷേ യുവർ ഓണർ, ഇതിൽ തീവ്രവാദവും ഭീകരവാദവും ഒന്നുമില്ല. പേര് കേട്ടാൽ അറിഞ്ഞുകൂടെ ആളൊരു മിതവാദിയാണെന്ന്? പിന്നെ പട്ടാളക്കാരനുമായിരുന്നു. മനോരോഗിയാണോ? മനോരോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. പോലീസ് തന്നെ രംഗത്തുണ്ട്. പടക്കം പൊതിഞ്ഞു വാങ്ങിയപ്പോ അതിന്റെ കൂടെ അറിയാതൊരു ബോംബും പെട്ടുപോയതാണ് സർ. എവിടെയെങ്കിലും വെക്കണ്ടെന്ന് കരുതി വിമാനത്തിൽ വെച്ചതാ. ഒരു കൈപ്പിഴ. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ കക്ഷി നിരപരാധിയായതുകൊണ്ടും ഉദ്ദേശശുദ്ധിയോടെ ബോംബ് വെച്ചതുകൊണ്ടും ജാമ്യം അനുവദിക്കണം യുവർ ഓണർ. യുവർ ഓണർ, പ്രമാദമായ ഒരു കേസായതുകൊണ്ട് ഒരാഴ്ച റിമാൻഡ് ചെയ്യണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് തടവ് മാറ്റിക്കിട്ടാനുള്ള ഏർപ്പാട് പ്രതിഭാഗം വക്കീലും പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് ചെയ്തുകൊള്ളും. അതെ, നമ്മുടെ നിയമവ്യവസ്ഥ പരിപാവനമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാർ. യാതൊരു വിവേചനവുമില്ല.